ഹായ് ഹലോ, സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഒടുവിൽ വലിയൊരു ആപത്തിൽ തന്നെയാണ് ഇപ്പോൾ പല്ലവി ചെന്നപ്പെട്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് തൻ്റെ അനിയത്തി കുടുംബവും, മറുഭാഗത്ത് താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സേതുവിനോടൊപ്പമുള്ള ജീവിതം. ഇതിനിടയിൽ തടയായിട്ട് നിൽക്കുന്നത് ഇന്ദ്രൻ തന്നെയാണ്. വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെയാണ് ഇന്ദ്രൻ പോയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ, ഡിവോഴ്സ് മേടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഏറ്റവും വലിയ പരാജയമായിരിക്കും ഇന്ദ്രനെ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ദ്രൻ ആ ദേഷ്യം തീർക്കാൻ പോകുന്നത് പാറുവിനെ ആയിരിക്കും. പാറുവിനെ കൊല്ലും എന്നുള്ളൊരു ഭീഷണിയാണ് ഇന്ദ്രൻ ഇപ്പോൾ മുഴക്കിയിരിക്കുന്നത്. മറുഭാഗത്ത് താൻ ഇപ്പോൾ ഇന്ദ്രന്റെ വാക്കുകൾ കേട്ടത്, തൻ്റെ അനിയത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കേസ് പിൻവലിക്കുകയാണെങ്കിൽ, മൊഴി കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അത് താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സേതുവിനോടൊപ്പമുള്ള ജീവിതം നിഷേധിക്കുകയായിരിക്കും. സേതുവിൻ്റെയും പൊന്നുമടത്തെ എല്ലാവരുടെയും സ്വപ്നങ്ങളായിരിക്കും ഞാൻ തകർക്കാൻ പോകുന്നത്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് പല്ലവി. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല്ലവി കോളേജിൽ ക്ലാസ് എടുക്കാനായിട്ട് നോക്കിയിട്ട് പോലും പല്ലവിക്ക് സാധിക്കുന്നില്ല, ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. താൻ എന്ത് ചെയ്യണമെന്ന് പല്ലവിക്ക് അറിയത്തില്ല. അവസാനം പല്ലവി ക്ലാസ് ഇന്ന് വേണ്ട, വേറൊരു ദിവസത്തേക്ക് നമുക്ക് ക്ലാസ് മാറ്റിവെക്കാമെന്ന് പറഞ്ഞ് പല്ലവി പുറത്തോട്ട് പോയി. സ്വാതിക്ക് പല്ലവിയുടെ ഈ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പന്തികേട് തോന്നിയ സ്വാതി നേരെ പല്ലവിയുടെ പിറകെ പോയതിന് ശേഷം പല്ലവിയോട് സംസാരിച്ചു. പക്ഷേ പല്ലവി പറഞ്ഞത് വേറെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നാണ്. എന്നാൽ ഇന്ദ്രൻ ഇവിടെ കാണാൻ വന്നിരുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. ഇപ്പം ഇന്ദ്രൻ ഭീഷണിപ്പെടുത്തിയായിരുന്നു. പല്ലവി ആദ്യം പറയാൻ തയ്യാറായില്ല. എന്നാൽ സ്വാതി ആവർത്തിച്ച് ചോദിച്ചു, ഇന്ദ്രൻ വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഭീഷണിയോടെ ആയിരിക്കും, ഇല്ലെങ്കിൽ യാചനയോടെ ആയിരിക്കും. ഇതിലേതാണ് ഇന്ദ്രൻ ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചപ്പോഴും പല്ലവി പറഞ്ഞത് യാചനയായിരുന്നു, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പല്ലവി ആവർത്തിച്ച് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ വിശ്വസിക്കാനായിട്ട് അവിടെ സ്വാതി തയ്യാറല്ലെങ്കിൽ പോലും പല്ലവി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സ്വാതി വിശ്വസിപ്പിക്കുകയും, ഈ കാര്യം നീ വേറെ ആരോടും പറയാൻ പാടില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാവൂ, വേറെ ആരും അറിയാൻ പാടില്ല എന്നുകൂടി, പ്രത്യേകിച്ച് സേതുവേട്ടനോടുകൂടി നീ പറയാൻ പാടില്ല എന്ന് പല്ലവി വിലക്കി. എന്തായാലും സ്വാതി പറഞ്ഞു, ഞാൻ ആരോടും പറയത്തില്ല, പക്ഷേ ചേച്ചി ഒരു കാര്യം ആലോചിക്കണം. ഇത്രയും നാളും ഇന്ദ്രനെ പേടിച്ചതല്ലേ, ഇനി ഇന്ദ്രനെ പേടിക്കാൻ പാടില്ല, ധൈര്യത്തോടു കൂടി തന്നെ ജീവിക്കണം. നാളെ പല്ലവി ചേച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അവിടെ ധൈര്യമായിട്ട് താൻ അനുഭവിച്ച വേദനകളെല്ലാം അവരോട് തുറന്നു പറയണം. എന്നിട്ട് കേസ് പിൻവലിക്കാതെ കേസിൽ വിജയിക്കണം. അങ്ങനെ വിജയിക്കുമ്പോൾ സന്തോഷം കൊള്ളാൻ പോകുന്നത് പലരുമായിരിക്കും എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പല്ലവിക്കും കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. എല്ലാം കഴിഞ്ഞ് പല്ലവി നേരെ വീട്ടിലോട്ട് പോകുവാണ്. വീട്ടിൽ ചെന്നിട്ടും നല്ല സങ്കടത്തിലായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സേതു പല്ലവിയുടെ വീട്ടിലോട്ട് വന്നതിന് ശേഷം പല്ലവിയെ കാണാനായിട്ട് മാഷു പറയുവാണ്, പല്ലവി വന്നപ്പോൾ തൊട്ട് സങ്കടത്തിലാണ്, കരച്ചിലാണ്, എന്താണെന്ന് അറിയത്തില്ല. സേതു നേരെ പല്ലവിയെ കാണാൻ പോയി. അപ്പം ആദ്യം വിചാരിച്ചത് മൂഡ് സിങ്സ് ഒക്കെ ആയിരിക്കും, ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വരായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പല്ലവി സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്നാൽ പല്ലവി ടെൻഷനിലാണെന്ന് മനസ്സിലായപ്പോൾ സേതു സമാധാനിപ്പിക്കുന്നുണ്ട്. പല്ലവി, നീ ഇപ്പോൾ പാറുവിന്റെ കാര്യങ്ങൾ ആലോചിച്ചാണ് ടെൻഷൻ അടിക്കുന്നതെന്നുണ്ടെങ്കിൽ നീ പേടിക്കേണ്ട, എല്ലാം ശരിയാവും, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ, നീ നോക്കിക്കോ, ഈ പ്രശ്നത്തിൽ നിന്നും നമ്മൾ തരണം ചെയ്ത് നമ്മൾ പുറത്തോട്ട് വരും. എന്തായാലും നീ പേടിക്കുന്നത് പോലെ ഒരിക്കലും ഇന്ദ്രന് പാറുവിനെ ഉപദ്രവിക്കാനായിട്ട് പറ്റത്തില്ല, അതിന് ഒട്ടും സാധിക്കത്തുമില്ല. ഞാനില്ലേ കൂടെ, അവൾ എൻ്റെയും കൂടി അനിയത്തിയല്ലേ, ഞാൻ അവളെ രക്ഷിക്കുമെന്നൊക്കെ സേതു പറഞ്ഞു. എന്നാൽ ഇന്ദ്രൻ ഒരു മൃഗമാണ്, എന്ത് ചെയ്യുമെന്ന് ഇന്ദ്രന് തന്നെ അറിയത്തില്ല. അവൻ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട്. പാറു ഇപ്പോൾ അവരുടെ വീട്ടിലാണ്, എനിക്കൊരു സമാധാനവുമില്ല, പാറുവിന്റെ ജീവൻ അപായപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നൊക്കെ പല്ലവി പറഞ്ഞു. അവസാനവും സേതു പറഞ്ഞ കാര്യം, ഇന്ദ്രനെ നമുക്ക് വകവരുത്താം, അവനെ നമുക്ക് തടയാം, നീ പേടിക്കാതെ, പാറുവിനെ നമുക്ക് രക്ഷിക്കാം, അവൾ എൻ്റെയും കൂടി അനിയത്തിയാണ്. എന്നാൽ നീ ഒരു കാര്യം ആലോചിക്കണം, നാളെ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു ദിവസമാണ്. ആ ദിവസം നീ മിസ് ചെയ്യരുത്. നീ അനുഭവിച്ച വേദനകൾ എല്ലാവരോടും തുറന്നു പറയണം. അങ്ങനെ നമ്മൾ സ്വപ്നം കണ്ടതുപോലെയുള്ള നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ജീവിതം, അതുകൊണ്ട് നീ എന്ത് ചെയ്യുമ്പോഴും ചിന്തിച്ചും കണ്ട് മാത്രമേ ചെയ്യാവൂ എന്ന് സേതു പല്ലവിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ആ ഒരു സംസാരങ്ങൾ കഴിഞ്ഞ് സേതു പോയെങ്കിൽ പോലും പല്ലവിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇന്ദ്രനെ കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയായിരുന്നു. അങ്ങനെ പക്ഷെ ഈ സമയത്ത് മറ്റൊരു കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രനെ അറിയാം പാറുവും വിശ്വജിത്തും മനസ്സിലാക്കണം തനിക്ക് എത്രത്തോളം അവരോട് സ്നേഹമുണ്ട്. പല്ലവിയോട് പാറു പറയണം, ചേച്ചി പറയുന്നത് പോലെയൊന്നും അല്ല ഇന്ദ്രന്റെ സ്വഭാവം, അയാൾ നല്ല ജെനുവിൻ ആണെന്നൊക്കെ പാറു പറയണം. അതിനു വേണ്ടിയിട്ട് നാടകങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ ശ്രമിക്കുന്നത്. വിശ്വയ്ക്കും പാറുവിനും വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഡ്രസ്സ് നിർബന്ധിച്ച് പാറുവിന്റെ കയ്യിൽ കൊടുത്തപ്പോഴും പാറു പറഞ്ഞ കാര്യമുണ്ട്, ഇപ്പോൾ വാങ്ങിച്ചത് ഇരിക്കട്ടെ, കുഴപ്പമില്ല, ഞാൻ ഇത് നിഷേധിക്കുന്നില്ല, പക്ഷെ ഇനി ഇങ്ങനെ ചെയ്യരുത്, ഇനി ഡ്രസ്സോ ഒന്നും ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പരസ്യമായിട്ട് വേണ്ടാന്ന് പറയും, അത് നിങ്ങൾക്ക് അപമാനമായിരിക്കും എന്ന് പാറു പറഞ്ഞു. വിഷയം പാറുവിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. കാരണം ചേട്ടൻ എത്രയൊക്കെ അഭിനയിച്ചാലും ഇതൊന്നും ആത്മാർത്ഥ സ്നേഹമല്ല, ഞങ്ങളോട് അഭിനയിക്കുവാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് എന്തൊക്കെ ശ്രമിച്ചാലും ഞങ്ങളെ വീഴ്ത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലതെന്ന് വിഷയം പറഞ്ഞു. വിഷയം പാറു നേരെ റൂമിലോട്ട് പോയതിന് പിന്നാലെ തന്നെ പാറുവിനെ വീഴ്ത്താനായിട്ട് വേറെ മാർഗങ്ങൾ കണ്ടുപിടിക്കാനായിട്ടാണ് ഇന്ദ്രജിത്ത് ശ്രമിക്കുന്നത്. അങ്ങനെ രാജലക്ഷ്മിയെ വെച്ച് അഭിനയിക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിച്ചു. രാജലക്ഷ്മി വീണ് വയ്യാതെ കിടക്കുവാണെങ്കിൽ അവിടുത്തെ ജോലിയെല്ലാം ചെയ്യാൻ പോകുന്നത് പാറു ആയിരിക്കും. അതിനു വേണ്ടിയിട്ട് അവിടെ രാജലക്ഷ്മി വീഴുന്നത് പോലെ അഭിനയിക്കുവാണ്. അയ്യോ അമ്മയെ ഞാൻ വീണേ, എന്നെ രക്ഷിക്കാൻ വരണേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുമ്പോൾ പാറുവും വിഷയം ഓടി വന്നിട്ട് പാറുവിനെ പതുക്കെ താങ്ങിയെടുത്ത് അവിടെ രാജലക്ഷ്മിയെ പതുക്കെ താങ്ങിയെടുത്ത് ഇരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. അപ്പോഴും തന്റെ കൈയൊടിഞ്ഞു, കാലൊടിഞ്ഞു, തനിക്ക് നടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ച് തകർക്കുവാണ്. അവസാനം പതുക്കെ സോഫയിൽ കൊണ്ടിരുത്തിയിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചു. എന്നാൽ ഹോസ്പിറ്റലൊന്നും പോകണ്ട, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ചെറിയ വേദന മാത്രമേ ഉള്ളൂ, എന്തായാലും എനിക്കൊരു ചായ ഇട്ട് തരാമോ എന്ന് പാറുവിനോട് ചോദിച്ചു. അപ്പൊ ആദ്യം ഇന്ദ്രൻ പറഞ്ഞു, അമ്മയ്ക്ക് വേണമെങ്കിൽ ഞാൻ ചായ ഇട്ട് തരാമല്ലോ, അതെ അവളെ എന്തിനാ വിഷമിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് എനിക്ക് അവളുടെ കയ്യിൽ നിന്ന് കുടിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ശരി, ഞാൻ ചായ ഇട്ട് തരാം, അങ്ങനെയാണെങ്കിൽ ഇന്ദ്രൻ ഒരു കോഫിയും കൂടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് പാറുവിനെ അവിടുത്തെ അടുക്കളയിൽ കയറ്റി. ഇനി ഓരോ ദിവസവും അവിടുത്തെ ജോലിക്കാരിയായിട്ട് പാറു മാറണം, അവിടുത്തെ എല്ലാ കാര്യങ്ങളും പാറു ആയിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു തീരുമാനത്തിലാണ് രാജലക്ഷ്മി. അവിടുത്തെ അടുക്കളക്കാരിയാക്കി പാറുവിനെ മാറ്റുമ്പോഴും പാറുവിനെ രക്ഷിക്കാനായിട്ട്, പാറുവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വിശ്വ കട്ടയ്ക്ക് കൂടെ തന്നെയുണ്ട് അവിടെ. പക്ഷെ ഇത് കേസ് എൻ്റെ വിധി വരുന്നത് മാത്രമേ പാറുവിന് അവിടെ സുരക്ഷിതയായിട്ട് പാറു ഇവിടെ നിൽക്കത്തുള്ളൂ എന്ന് പാറുവിന് അറിയത്തില്ല. കേസിന്റെ വിധി വന്ന് ഇന്ദ്രന് ഡിവോഴ്സാണ് ഇന്ദ്രന്റെയും പല്ലവിയുടെയും ഡിവോഴ്സ് നേടുവാണെങ്കിൽ, അതായത് ഇന്ദ്രൻ കേസിൽ തോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ പാറുവിന്റെ ജീവൻ അപകടത്തിൽ പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പല്ലവി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. രാത്രി കിടക്കാൻ നേരത്തും പല്ലവിക്ക് ഉറക്കം വരുന്നില്ല, ഈ ഓരോ കാര്യങ്ങൾ തന്നെയാണ് പല്ലവിയുടെ മനസ്സിലും. അപ്പോഴും സേതു പല്ലവിയെ വിളിച്ചു, സംസാരിച്ചു, എന്നിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കി. പല്ലവി, നീ സൂക്ഷിക്കണം, നാളെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായക ദിവസമാണ്. അന്ന് നിനക്ക് കോടതി മുൻപാകെ ഒരു കാര്യവും വ്യക്തമാക്കാനായിട്ട്, നിന്റെ സത്യാവസ്ഥ എന്താണ്, നിന്റെ നിരപരാധിത്വം എന്താണെന്ന് തെളിയിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പല്ലവി ഈ കേസിൽ നല്ലതുപോലെ വാദിക്കണം, എന്നിട്ട് തന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് കോടതി മുമ്പാകെ വെളിപ്പെടുത്തണം. അങ്ങനെ ഇന്ദ്രനെ ഈ കേസിൽ നിന്നും ഇന്ദ്രന് കേസിൽ തോൽപ്പിച്ചാൽ മാത്രമേ നമ്മൾ കണ്ട സ്വപ്നങ്ങളെല്ലാം നമുക്ക് നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. പാറുവിന്റെയും ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആത്മവിശ്വാസം നൽകിയപ്പോൾ പാറുവിനും ഉറപ്പിച്ചു, ഒരാപത്തും വരാതെ തനിക്ക് പാറുവിന്റെ ജീവിതവും രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും, കേസും ജയിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം പല്ലവിക്ക് കിട്ടി. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ഋതു പുതിയൊരു പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. എന്നാൽ ഋതുവിന്റെ ഇനിയുള്ള നീക്കം സേതുവിന്റെയും പല്ലവിയുടെയും നാശത്തിനാണോ അതോ അവരുടെ ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയാണോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.